നമസ്കാരം. ശശി തരൂരിൻ്റെ അവസ്ഥ അതിദയനീയമാണ്. കാരണം ശശി തരൂരിനെ ഇപ്പോൾ കോൺഗ്രസ്സിലാണെങ്കിൽ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല, പരിപാടികൾക്കൊന്നും വിളിക്കുന്നില്ല. മുൻപ് വിശ്വപൗരൻ എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് നടന്ന ഒരാളാണ് ശശി തരൂർ. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മോദി സ്തുതിയുടെ പേരിൽ ശശി തരൂരിനെ കോൺഗ്രസ് പല പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ ഉറച്ച കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ശശി തരൂർ. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിക്കകത്ത് പറയുന്നതോടൊപ്പം തന്നെ പാർട്ടിക്ക് പുറത്തേക്ക് കൂടി പറയുന്നു എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കോൺഗ്രസ് തന്നെ പറയുന്നത്. അതേസമയം ബി ജെ പിയുമായിട്ട് ശശി തരൂർ അടുക്കുന്നു. BJP ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങളിലുണ്ട്. പക്ഷേ ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് RSS എത്തി. BJP ആണ് ഭരിക്കുന്നതെങ്കിൽ പോലും RSSൻ്റെ ആശയങ്ങളും RSSൻ്റെ തീരുമാനങ്ങളുമാണ് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. RSSനെ സംബന്ധിച്ചിടത്തോളം ഒരു ചിട്ടയായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തു വെച്ച ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS. അപ്പോൾ RSS എന്തു പറയുന്നോ അതാണ് ഈ പറഞ്ഞതുപോലെ BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നടപ്പിലാക്കാൻ പോകുന്നതും അതൊക്കെ തന്നെയാണ്. അപ്പോൾ ശശി തരൂരിൻ്റെ വിഷയം വന്ന സമയത്ത് RSS കേരളത്തിലെ RSSൻ്റെ മുതിർന്ന നേതാക്കളുമായിട്ട് നടത്തിയ ചർച്ചയിൽ കേരളത്തിൽ ഒരുപാട് BJPയുടെ പ്രമുഖരായ നേതാക്കന്മാരും ഈ ശശി തരൂരിനെ വലിയ പദവിയിൽ BJPയിലേക്ക് കൊണ്ടുവരുന്നതിനെ എതിർത്തു എന്നാണ് അറിയുന്നത്. അതിൽ അവർ പറയുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങളുണ്ട്. അതായത് SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയി, പിന്നീട് MP ആയി, പിന്നീട് വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ച് CPMൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യസ്തത കൂടി പുറത്തുപോയ AP അബ്ദുള്ളക്കുട്ടി പിന്നീട് കോൺഗ്രസ്സിലൂടെ അവിടെ നിന്നും പുറത്തു വന്ന് പിന്നീട് BJPയുടെ ദേശീയ നേതാവായിട്ടാണ് എത്തിയത്. കേരളത്തിൽ നിലവിലെ BJP നേതൃത്വത്തിന് വലിയ എതിർപ്പുണ്ടായ ഒരു കാര്യമാണ് അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ. പക്ഷേ കേന്ദ്രം അതൊന്നും മൈൻഡ് ചെയ്തില്ല. അമിത്ഷായും ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയും നേരിട്ട് AP അബ്ദുള്ളക്കുട്ടിക്ക് ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനവും കൊടുത്തിട്ട് BJPയിലേക്ക് ഒരു പൂച്ചെണ്ട് നൽകി സ്വീകരിച്ച്, ഷോളം അണിയിച്ച് സ്വീകരിച്ച ഒരു വലിയ ചടങ്ങായിട്ട് അവർ കൊണ്ടുവന്നതാണ്. അതിൽ അവർ കണ്ട കാര്യം ഇത്രയേ ഉണ്ടായിരുന്നു. ദേശീയ നേതൃത്വം കണ്ടത് ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ ഒരു വിപ്ലവം പോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാലങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഒരു അട്ടിമറി വിജയത്തിലൂടെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുപോവുകയും പിന്നീട് ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ച് കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ച, കോൺഗ്രസ് MLA ആയി മാറി അവിടെ നിന്ന് കോൺഗ്രസിനെയും വെല്ലുവിളിച്ച് പുറത്തു വന്നിട്ടുള്ള ഒരാളെ അപ്പോൾ ഒരു ദേശീയ നേതാവായിട്ട് BJP കൊണ്ടുവന്നാൽ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ കൂടി ആയതുകൊണ്ട് കേരളത്തിലെ BJPക്ക് വലിയ വളർച്ച ഉണ്ടാകും എന്ന് കരുതിയാണ് ഈ AP അബ്ദുള്ളക്കുട്ടിയെ BJPയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അബ്ദുള്ളക്കുട്ടിയെ BJPയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിലെ ചുമതലയൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് വിട്ടപ്പോൾ ഇവിടെയുള്ള BJP നേതാക്കളാരും അബ്ദുള്ളക്കുട്ടിയെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലേക്ക് പോയി. ഏറ്റവും ഒടുവിലായിട്ട് BJPയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അബ്ദുള്ളക്കുട്ടി സ്വയം ഒഴിഞ്ഞു പോവുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ശശി തരൂരിനെയും ദേശീയ നേതാവായിട്ട് കേരളത്തിൻ്റെ ചുമതല കൊടുത്തിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള BJP RSS നേതൃത്വം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് യാതൊരു വിധത്തിലുള്ള അടുപ്പവും കാണിക്കില്ല എന്ന കൃത്യമായിട്ടുള്ള സൂചന ഇവിടുത്തെ RSS നേതൃത്വം ദേശീയ RSS നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ളതാണ് വസ്തുത. മാത്രവുമല്ല, ഉപരാഷ്ട്രപതി സ്ഥാനമൊക്കെ കൊടുത്ത് കൊണ്ടുവരാൻ മാത്രമുള്ള ആളൊന്നും അല്ല ശശി തരൂർ. അതിന് മാത്രമുള്ള കെൽപ്പൊന്നും ശശി തരൂരിനില്ല. BJPക്കകത്ത് അല്ലെങ്കിൽ RSSൻ്റെ ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നിലവിൽ കേന്ദ്രത്തിൽ തന്നെയുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ മതി എന്നാണ് RSSൻ്റെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ശശി തരൂർ ഉപരാഷ്ട്രപതി കുപ്പായം തുന്നി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തൽക്കാലം മടക്കി അലമാരയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് എപ്പോഴെങ്കിലും സാധ്യമായാൽ, അളവൊക്കെ പാകമായാൽ ആ സമയത്ത് ഇട്ടിട്ട് ഉപരാഷ്ട്രപതിയാകാം എന്ന് കരുതുക. നിലവിലെ സാഹചര്യത്തിൽ BJP ഒരു കാരണവശാലും RSSൻ്റെ നിർദ്ദേശത്തെ തള്ളിക്കളയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ മോദിക്ക് വളരെ പ്രിയപ്പെട്ടവനായാലും ശരി, അമിത്ഷായ്ക്ക് വളരെ പ്രിയപ്പെട്ടവനായാലും ശരി, RSS നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്കും തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്.
ഈ 75 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്ന RSSൻ്റെ തീരുമാനത്തിൽ പോലും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാര സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറും എന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കേട്ടതാണ്. ആ കർശന നിർദ്ദേശങ്ങൾ എല്ലാം നൽകിയിട്ടുള്ളത് RSS ആണ്. അതുകൊണ്ട് കേരളത്തിലെ RSS ആദ്യഘട്ടത്തിൽ തന്നെ ശശി തരൂരിൻ്റെ BJP പ്രവേശനത്തെ എതിർത്തു. ഇനി BJPയിലേക്ക് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ BJPയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം കേരളത്തിൽ തിരുവനന്തപുരം പോലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ BJP കാൻഡിഡേറ്റായിട്ട് മത്സരിക്കണം. BJP കാൻഡിഡേറ്റായിട്ട് മത്സരിച്ച് ജയിച്ചാൽ മാത്രം വലിയ പദവികൾ കൊടുത്താൽ മതി. അതല്ലാതെ ആദ്യമേ വലിയ പദവികൾ കൊടുത്ത് കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിച്ച് ഇനി തോൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് പദവി കിട്ടുകയും ചെയ്തു, പാർട്ടിക്ക് ഒരു ഗുണവുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് യാതൊരു വിധത്തിലും അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം പോകരുത് എന്നൊരു കർശന നിർദ്ദേശം RSSും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന BJPയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പം കോൺഗ്രസ്സിന് ചിരിയൊക്കെ വരുന്നുണ്ടാവും. കാരണം കോൺഗ്രസ്സിനൊരു ഭയമുണ്ടായിരുന്നു, എങ്ങാനും ശശി തരൂർ ഉപരാഷ്ട്രപതി ആയിക്കഴിഞ്ഞാൽ, ഉപരാഷ്ട്രപതി ഇരിക്കുന്ന രാജ്യസഭയിൽ ശശി തരൂർ ഉപരാഷ്ട്രപതിയായിരിക്കുമ്പോൾ എങ്ങനെ അവിടെ ചെന്നിരിക്കും എന്നുള്ളൊരു ചിന്തകളൊക്കെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പങ്കുവച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാറ്റി നിർത്തപ്പെട്ട ശശി തരൂരിന് BJP ഇങ്ങനൊരു തീരുമാനം കൂടി എടുക്കുന്നതോടുകൂടി ഇനി കോൺഗ്രസിൻ്റെ പല പരിപാടികളിലും പങ്കെടുക്കേണ്ടി വരും. കോൺഗ്രസിനോട് കാണിച്ച എതിർപ്പ് ഒരു പക്ഷേ അദ്ദേഹം മയപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. അല്ലാത്ത പക്ഷം അയാൾ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. VD സതീശൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തീരുമാനം RSS കർശന ഒരു നിർദ്ദേശവുമായിട്ട് കൊടുത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ RSSനകത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാരെങ്കിലും ഈ പറഞ്ഞ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. 1-2 പേരുടെ പേരുകൾ നമ്മൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ ഗവർണർമാരായിട്ടുള്ള ആനന്ദ ബോസുണ്ട്, PS ശ്രീധരൻപിള്ളയുണ്ട്, അങ്ങനെ പഴയ ഗവർണർമാർ, കഴിവ് തെളിയിച്ചിട്ടുള്ള പല ഗവർണർമാരുണ്ട്, ആരിഫ് മുഹമ്മദ് ഖാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്ക് പഴയ ഗവർണറായിരുന്ന പുതുതായിട്ട് മറ്റൊരു സംസ്ഥാനത്തും ചാർജ് കൊടുത്തിട്ടില്ലാത്ത പാർട്ടി കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ അവരെ ആരെങ്കിലും ഒരാളെ ഗവർണറാക്കിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ RSSും BJPയും എത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ 3 പേരിൽ ആര് വന്നു കഴിഞ്ഞാലും ഒരു കേരളവുമായിട്ട് അടുപ്പമുള്ള, ആരിഫ് മുഹമ്മദ് ഖാൻ മലയാളി അല്ലെങ്കിലും കേരളത്തിൽ ഗവർണറായിരുന്നു, മറ്റ് 2 പേരും മലയാളികളാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇവരിൽ 3 പേരിൽ ആരെങ്കിലോ ഇനി മറ്റാരെങ്കിലും BJP RSSൻ്റെ അടിത്തറയുള്ള ആരെങ്കിലും ഒരാളെ മാത്രം ആക്കിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അധികം വൈകാതെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ തീരുമാനങ്ങളിലേക്ക് എത്തും. പിന്നീട് ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഭയന്നതുപോലെ ശശി തരൂർ ഇനി ഉപരാഷ്ട്രപതിയായിട്ട് സഭയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നതാണ് വസ്തുത. എന്തായാലും ശശി തരൂർ BJPയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ വലിയ പദവികൾ കൊടുത്ത് BJPയിലേക്ക് സ്വീകരിക്കേണ്ടതില്ല. പകരം ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുക, ഇനി അതിനു മുന്നേ ശശി തരൂർ വരികയാണെങ്കിൽ കേരളത്തിലെ നിയമസഭാ ചുമതലകളുടെ ചാർജ് നൽകുക. ആ ചാർജ് നൽകിയതിന് ശേഷം ശശി തരൂരിൻ്റെ കഴിവുകൊണ്ട് കേരളത്തിൽ BJPക്ക് എത്ര സീറ്റുകൾ കിട്ടുന്നുണ്ട് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം ശശി തരൂരിന് ഒരു ദേശീയ പദവിയൊക്കെ കൊടുത്ത് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നാണ് RSSൻ്റെ കർശന നിർദ്ദേശം. സ്വാഭാവികമായിട്ടും നിലവിലെ സാഹചര്യത്തിൽ RSSൻ്റെ കർശന നിർദ്ദേശത്തെ തള്ളിക്കളയാൻ BJP നേതൃത്വത്തിന് ആവുകയുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.